അതെ, സാറിനെ പേടിച്ച് ചെയ്ത അത് വേറെ. ഞാൻ എന്ത് സംഭവം വെച്ചാൽ ഞാനിതിന് മുന്നേ വരുന്നതിന് മുന്നേ സാറിനോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു വെയിറ്റ് കുറച്ചിട്ട് വരണം എന്ന്. അപ്പോൾ ഇവൻ വെയിറ്റ് കുറച്ചിട്ട് വന്നു, പക്ഷെ 5 കിലോ കുറച്ചു. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, ഇങ്ങനെ സാറ് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ആക്ച്വലി 5 കിലോ കൂടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി സാറ് ഓക്കെ ആണ് എന്ന് പറഞ്ഞു. പിന്നീട് ഈ ഫൈറ്റ് വന്ന സമയത്ത് ഒന്നെനിക്ക് ഓൾറെഡി കാല് ലുക്മാൻ വളരെ ഒരു ചവിട്ടി ചവിട്ടിയിട്ട് കയ്യിൽ പ്ലേറ്റ് ഇട്ടിരിക്കുക. ഇവിടെ മുട്ട് ഇതേപോലെ ചെറുങ്ങനെ തേയ്മാനം സംഭവിച്ച് മുട്ടിനും പ്രശ്നമുണ്ട്. അപ്പം ഈ പൊക്കിച്ചവിട്ടുക എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒറ്റക്കാലിൽ പൊട്ടി ചവിട്ടുമ്പോഴേക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇത് വരും. കാരണം പക്ഷെ സെന്തിൽ സഹകരിച്ചു. അപ്പം വലിയ ഇതില്ലാതെ അടികൊണ്ട് സെന്തിലങ്ങ് പോയി. അപ്പൊ അധികം ചവിട്ടേണ്ടി വന്നില്ല. ആ ഒറ്റ ചവിട്ട് തന്നെ ഏകദേശം ഓക്കെ ആയിരുന്നു. ഫൈറ്റ് പിന്നെ നമ്മൾ ഫീനിക്സ് അപ്പൊ ഫീനിക്സുമായിട്ട് ഓൾറെഡി കുറെ പടങ്ങൾ ഫൈറ്റ് ചെയ്തത് ഉള്ളതുകൊണ്ട് ഫീനിക്സുമായിട്ട് നല്ല സിങ്ക. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഇതൊന്നുമില്ല. ഞാൻ അങ്ങനെ അധികം പടങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടില്ല. ഇതൊന്നും ഒരേ മുഖത്തിലൊക്കെ അവസാനത്ത് അതും വിട്ടുകൊണ്ട് ചാവുന്ന അവസാനം മാത്രമേ ഉണ്ടാവും. ഫൈറ്റ് തന്നെ ചെയ്ത് പോകുമ്പോൾ അത് രസം. പക്ഷെ ഫിറ്റ്നസ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായേനെ. പക്ഷെ ഇതില് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫൈറ്റ് കാണാൻ ചേട്ടൻ്റെ. അതെ, എന്നുവെച്ചാൽ കുറച്ചുകൂടെ ഒരു ആരോഗ്യം കുറച്ചുകൂടെ ഒന്ന് ഫിറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായേനെ. പക്ഷെ എനിക്ക് ഇഷ്ടമായത് ഉണ്ണിയുടെ ഫൈറ്റാണ്. ഉണ്ണി മറ്റേ കോളേജിൽ ക്യാൻറ്റീനിലൊരു LKG കുട്ടീനെ അടിച്ച് പിടിക്കുന്നത്, ചെറിയൊരു കുട്ടി. അതിൽ ഉണ്ണിയുടെ അടി അതൊരു കമ്പെടുത്ത് വിരട്ടി വിട്ടാൽ മതി. സാറാ ഫൈറ്റ് വേണ്ടെന്ന് പറഞ്ഞ് ഉണ്ണി നിർബന്ധിച്ച് വെച്ച ഫൈറ്റാണ്. പൈസ കൊടുത്ത് ഉണ്ണി ഇറക്കിയതാണ് ഫൈറ്റ്. അവിടെ ഒരു ഫൈറ്റിന്റെ അവന് ഓടിച്ചു വിടുന്ന കേസിൽ ഉണ്ണിയേട്ടൻ ഈ ഫൈറ്റ് കാണുമ്പോഴേ മൊയ്നോളെ ഫൈറ്റില് ചേട്ടന് ചെയ്യാൻ പറ്റുന്ന ഒരു എന്നെ ഇങ്ങനെ സിംഗിൾ പീസിൽ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇല്ലടാ, ഞാൻ ഈ ഫൈറ്റൊന്നുമില്ല. ഫൈറ്റിനാരും വിളിക്കാതിരിക്കാനാണ് മുട്ടുപോയി. അല്ല, അത് മറ്റേ ഇതിനകത്ത് വളരെ ചെറിയൊരു അടി, നല്ലൊരു അടി കിട്ടിയോ അവൻ്റെ ഇത്. നല്ല ചവിട്ടും ഇതൊക്കെയാണ്. ഇന്നത്തെ പുതിയ തലമുറ എല്ലാവർക്കും ഭയങ്കര ആവേശം കൂടുതലാണ്. ഞാൻ ലുക്മാൻ അന്ന് ജിംഖാന് വേണ്ടിട്ട് വരുന്ന വഴിയാണ്. അവനെന്റെ നെഞ്ചത്താണ് അത് ഫൈറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാഗ്യം ഉണ്ണിക്ക് എൻ്റെ കൂടെ ഉണ്ണിയുടെ കൂടെ എനിക്ക് ഫൈറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഉണ്ണിയുടെ മുന്നിൽ ഞാൻ നിഷ്ഫലമായി പോയത്. പിന്നെ സെന്തില് ഭയങ്കര കറക്റ്റ് ആയിരുന്നു. സെന്തില് ഭയങ്കര ടൈമിങ്ങും, സെന്തില് അടി കൊള്ളാൻ ആവേശം മൂത്തിട്ട് സെന്തില് ഇങ്ങനെ കേറി വരും. സെന്തില് ആ ഭാഷ നമ്മുടെ തീർന്നു. അതെ ഷാജുവിന്റെ അടുത്ത് 2 ചവിട്ട് കിട്ടിയല്ലേ അമ്മ? അതിന്റെ മുഴുനീള ഫൈറ്റ് ഒന്നും നമ്മൾക്ക് കോമഡി ഇതൊക്കെ മതിയുടെ. പിന്നെ എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു പടം ഉണ്ട്, ഇടിയൻ ചന്തു. ഇടിച്ചില്ല, ആരെ കൊണ്ടും പറ്റുമെന്ന് എനിക്ക് തോന്നിയത് ഈ സിനിമയിലെ കുറച്ച് കണ്ടത്. ഞാൻ ചേട്ടാ അതേപോലെ ഭീഷ്മരുടെ കൂടെ മല്ലിടാൻ നിൽക്കുന്നത് ആൾക്കാരോടും അവരോട് ചോദിക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലേ? ഓക്സിജൻ റിലീസ് മാറ്റിയില്ലോ പേടിച്ചിട്ട്. അത് നമ്മുടെ സാറ് തന്നെ പറഞ്ഞേ, നമ്മുടെ ഇത് പേടിച്ചാണ് മാറ്റിയത്. അവര് മാറ്റിയിട്ടും ഭീഷ്മരുടെ റിലീസ് മാറ്റിയില്ല. അപ്പൊ അത് തന്നെ ഒരു കോൺഫിഡൻസ് പറയുന്നുണ്ട്. അതുകൊണ്ട് കാര്യമായിട്ട് തോന്നുന്നു. ചായയോട് റെഡിയാണ്. സിനിമ ഓൺ സ്ക്രീനെക്കാട്ടിലും ഉപരി ഓഫ് സ്ക്രീനിൽ കോമഡി പറയുന്ന ആളുകളാണ്, സ്പോണ്ടേനിയസ് ആയിട്ട് കോമഡി പറയുന്ന ആളുകളാണ് ഈ സിനിമയിൽ ഒന്നിക്കുകയാണ്. അപ്പം ഓഫ് സ്ക്രീനിൽ നിങ്ങളുടെ തമാശകളോ അല്ലെങ്കിൽ പരസ്പരം അത്തരം തമാശകളൊക്കെ സാർ ആദ്യം തന്നെ കട്ട് ചെയ്തു. ഞങ്ങള് അത് വേണ്ട, അതുകൊണ്ട് ഞങ്ങൾ അത് പേപ്പറിലുള്ളതും സ്ക്രിപ്റ്റിലുള്ളതും
തമാശകളല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു തമാശ. കാരണം സ്ക്രിപ്റ്റ് തിരുത്താൻ പലരും ശ്രമിച്ചെങ്കിലും ഞാനത് അനുവദിച്ചില്ല. ചിലർ ഇതിപ്പോ ഞാൻ ചേട്ടനാണെങ്കിലും റീ എൻട്രി പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ബുള്ളറ്റ് വരുന്ന സംഭവമാണെങ്കിലും ആ ഒരു റീ എൻട്രി ഉണ്ടല്ലോ, രണ്ടാമത്തെ ഒരു എൻട്രി പരിപാടി ഉണ്ടല്ലോ ബുള്ളറ്റിലൊക്കെ വരുന്നത്. നേരത്തെ തിയേറ്റർ ഇളകിയെന്ന് പറഞ്ഞ ആ സംഭവം അതില്ലായിരുന്നു. അപ്പൊ പോയ ഉത്തരവിക്കുന്നത് അതുപോലെ ഈ ചെയ്യുമ്പോ ഇതുവരെ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന പാർട്ടികളൊക്കെ വിട്ടിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ ത്രൂ ഔട്ട് പടത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലുള്ള ഒരു പ്രതീക്ഷ എക്സ്ട്രാ എഫേർട്ട് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തോന്നിയോ? കാരണം ഫൈറ്റ് പിന്നെ ചില ഒരു ഇമോഷണൽ ഫീലിന്റെ ആ ഒരു എക്സ്പ്രഷൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനം എടുത്തിട്ടുണ്ട്. അല്ല, അപ്പൊ എനിക്ക് ജനുവലി തോന്നിയിട്ട് വിനീതേട്ടൻ നേരത്തെ ഒരു ഇന്റർവ്യൂ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഇത്രയും സിനിമകൾ ചെയ്ത് ആ എക്സ്പീരിയൻസ് ധ്യാനം എന്നൊരു നടനെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നീ എന്താ കാശ് വാങ്ങിയൊക്കെ അതെ അതെ കൂടുന്നുണ്ട് ഇതൊന്നും വേണ്ട. അല്ലെങ്കിൽ ഇത്ര സിനിമ ചെയ്തത് ആ ഒരു എക്സ്പീരിയൻസ് ആസ് ആൻ ആക്ടർ തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടോ? അത് ഡിപ്പെൻസ്. ഇപ്പൊ ഇതിനോടൊപ്പം തന്നെ നമ്മൾ നന്നാവും എന്നുള്ളതിനപ്പുറത്ത് സിനിമയും സിനിമയുടെ കഥയും ബാക്കിയുള്ള ഉണ്ണികാലും ഒക്കെ നന്നായില്ലേ കാര്യമുള്ളൂ. മൊത്തത്തിൽ നന്നാവണല്ലോ. അപ്പൊ എല്ലാം നന്നായി വരുമ്പോഴാണല്ലോ. ഇതിപ്പോ ഞാൻ മാത്രം നന്നായിട്ട് സിനിമക്ക് ഗുണമല്ലോ. അതോടൊപ്പം തന്നെ സിനിമയാണല്ലോ, അല്ലെങ്കിൽ സിനിമയുടെ കഥയും ബാക്കിയുള്ള മേഖലകളൊക്കെ നന്നായി വരുമ്പോ ഒരു ആക്ടറും അതോടൊപ്പം തന്നെ വളരും. അതിനപ്പുറത്തേക്കൊന്നുമില്ല. വിഷ്ണുചേട്ടനാണെങ്കിലും രണ്ടാമതാണല്ലോ സാറിന്റെ കൂടെ. അപ്പം ധ്യാൻ ചേട്ടനും ഉണ്ട്. അപ്പം ഈ ഒരു സിനിമ ചെയ്യുന്നതിന് മുൻപുള്ള ഒരു എക്സ്പെക്ടേഷനും പിന്നെ ചെയ്യാൻ സെറ്റിൽ വന്നതിന് ശേഷം ധ്യാൻ ചേട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ വേറൊരു മൂടാണല്ലോ. അപ്പം ചെയ്തതും അങ്ങനെ ചലഞ്ചായിട്ടൊന്നുമില്ല. സാറിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അല്ല, ഇതിനകത്ത് ഇത് നമ്മുടെ സുഹൃത്ത് അൻസാജാണ് എഴുതിയത്. അതിൽ നിന്ന് സാറ് സ്ക്രിപ്റ്റ് ഏറ്റെടുക്കുകയും അതിലുള്ള അഡീഷൻസുകൾ വരുത്തുകയും അപ്പോൾ അത് ഒരുപാട് ലെയർ അല്ലെങ്കിൽ ഒരുപാട് മൾട്ടിപ്പിൾ ലെയർസ് ആഡ് ചെയ്യുകയും പുള്ളിയുടെ രീതിക്ക് ഈ സ്ക്രിപ്റ്റിനെ മാറ്റി. ഞങ്ങൾ ആദ്യം വായിച്ച അല്ലെങ്കിൽ ഞങ്ങൾ 2 വർഷം മുന്നേ വായിച്ച സ്ക്രിപ്റ്റ് ഒന്നുമല്ല. സാർ അതിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി അതിനെ കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ ആക്കാനും പാട്ടുകൾ വന്നു, കുറെ ആഡ് ഓൺസ് വന്നു. അപ്പൊ ഞങ്ങൾ ഇതിലേക്ക് എത്തുമ്പോഴേക്ക് പുള്ളി കൃത്യമായിട്ട് അതിനെ അതെ ലാസ്റ്റ് ഫൈറ്റ് കുറെ ആഡ് ഓൺസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ സ്ക്രിപ്റ്റ് 2 വർഷം മുന്നേ ഞാനും വിഷ്ണുവും കേട്ട ഒരു സാധനം ഒന്നും ആയിരുന്നില്ല. ആ സിനിമ കംപ്ലീറ്റ്ലി മാറിയിരുന്നു. കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചലഞ്ച് ആയിരുന്നില്ല, ഞങ്ങളുടെ വെച്ച് സിനിമ ചെയ്യുന്നതാണ് ചലഞ്ച്. ഇനിയും